ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് Micromax Note 2ന്റെ വിശേഷമാണ്. അതിനു മുൻപ് ട്രൂ മാർക്കറ്റിംഗ് ഗൈഡൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ പേര് അഭിജിത്ത്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഫോണിന്റെ ഡിസ്പ്ലേയുടെ ഭാഗമാണെങ്കിൽ 6.43 ഇഞ്ച് ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. അതിനായി 60 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും കൂടി ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഫോണിന്റെ ബ്രൈറ്റ്നസ് വന്നിരിക്കുന്നത് 1500 നിറ്റ്സ് ആണ്. അതുപോലെ ഗോറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷൻ കൂടി ഈ ഫോണിൽ വന്നിട്ടുണ്ട്. ഫോണിന്റെ ക്യാമറയുടെ ഭാഗമാണെങ്കിൽ പിറകിലായി ക്വാഡ് ക്യാമറ ആണ് വന്നിരിക്കുന്നത്. 48 മെഗാ പിക്സൽ മെയിൻ ക്യാമറ, അതുപോലെ തന്നെ മറ്റ് ക്യാമറകളായ 5 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, അതുപോലെ തന്നെ 2 മെഗാ പിക്സൽ മാക്രോ, 2 മെഗാ പിക്സൽ ഡെപ്ത് സെൻസറും കൂടി ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. മുൻഭാഗത്തെ സെൽഫി ക്യാമറ വന്നിരിക്കുന്നത് 16 മെഗാ പിക്സൽ ആണ്. അതും പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഫോണിന്റെ പെർഫോമൻസ് സൈഡിൽ നിന്ന് നോക്കിയാൽ MediaTekന്റെ Helio G95 എന്ന 4G ചിപ്സെറ്റ് ആണ് വന്നിരിക്കുന്നത്. അതായത് ഈ പ്രോസസർ 4G പ്രോസസർ ആയതുകൊണ്ട് തന്നെ ആ കാറ്റഗറിയിലെ ഏറ്റവും മികച്ച പ്രോസസറാണ് G95. മാത്രമല്ല ഈ ഫോണിൽ മറ്റു പ്രത്യേകതയായ ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം കൂടി ഈ ഫോണിൽ വന്നിരിക്കുന്നു. അത് ഈ പ്രൈസിൽ വെച്ച് നോക്കിയാൽ ഒരു വലിയ കാര്യമാണെന്ന് പറയും. അതുപോലെ തന്നെ ഫോണിൽ വന്നിരിക്കുന്നത് സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ്. ഇതിന്റെ OSും സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ്. ഫോണിന്റെ റാം ടൈപ്പ് വന്നിരിക്കുന്നത് LPDDR4X റാം ആണ്. അതുപോലെ തന്നെ ഫോണിന്റെ സ്റ്റോറേജ് വന്നിരിക്കുന്നത് UFS 2.1 ആണ്. മാത്രമല്ല മറ്റ് ഫീച്ചേഴ്സായ വൈഫൈ കോളിംഗ്, ബ്ലൂടൂത്ത് വേർഷൻ 5, അതുപോലെ തന്നെ ഡ്യുവൽ ബാൻഡ് വൈഫൈ കൂടി ഈ ഫോണിൽ വന്നിട്ടുണ്ട്. ഫോണിന്റെ ബോഡി നോക്കിയാൽ ഒരു പ്ലാസ്റ്റിക് ബോഡിയാണ് വന്നിരിക്കുന്നത്. അതും ഒരു ബോക്സി ഡിസൈൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ചും ഗ്ലോസി ടൈപ്പാണ് ഈ ഫോണിന്റെ പിറകിലായി വന്നിരിക്കുന്നത്. മൈക്രോമാക്സിൽ നിന്നും ഉള്ള ഏറ്റവും മികച്ച ഒരു മോഡലാണ് Note 2. ഫോണിന്റെ വലതുവശം നോക്കിയാൽ വോളിയം റോക്കേഴ്സും പവർ ബട്ടണും കാണാം. പവർ ബട്ടൺ തന്നെയാണ് ഫിംഗർ പ്രിന്റ് സംവിധാനം വന്നിരിക്കുന്നത്. ഇടതുവശം നോക്കിയാൽ സിം ട്രേ കാണാം. ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ്. അതായത് ഒരേ സമയം 2 സിമ്മും ഒരു മെമ്മറി കാർഡും ഉപയോഗിക്കാവുന്നതാണ്. മെമ്മറി കാർഡ് മാക്സിമം 256 GB വരെ ഉപയോഗിക്കാവുന്നതാണ്. ഫോണിന്റെ മുകൾ വശം നോക്കിയാൽ സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ മൈക്ക് കാണാവുന്നതാണ്. താഴെ നോക്കിയാൽ 3.5mm ഓഡിയോ ജാക്കറ്റ്, അതുപോലെ തന്നെ മെയിൻ മൈക്ക്, Type-C ചാർജർ സ്പോട്ട്, അതുപോലെ തന്നെ സ്പീക്കർ ഗ്രിൽ കാണാവുന്നതാണ്. സ്പീക്കർ വന്നിരിക്കുന്നത് മോണോ സ്പീക്കറാണ്. ഫോണിന്റെ ബാറ്ററിയുടെ ഭാഗമാണെങ്കിൽ 5000 mAh ലിഥിയം അയൺ ബാറ്ററിയാണ് വന്നിരിക്കുന്നത്. അതിന് ചാർജിങ്ങിനായി 30 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നു. ഫോണിന്റെ വെയിറ്റ് വന്നിരിക്കുന്നത് 206 ഗ്രാമാണ്. ഈ മൊബൈലിന്റെ പ്രൈസ് നോക്കിയാൽ 2 കളറിൽ ലഭ്യമാണ്, ബ്ലാക്ക് അതുപോലെ തന്നെ ഓക്കോ ബ്രൗൺ. ഈ മോഡൽ ഇപ്പോൾ ഒറ്റ വേരിയന്റിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. 4GB റാം, 64GB സ്റ്റോറേജ്. ഈ മൊബൈൽ നമുക്ക് ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ വാങ്ങാവുന്നതാണ്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അതിൽ കയറി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. Bye.